ഹായ് ഫ്രണ്ട്സ്, മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ട് ഈ വെള്ള കളറുള്ള സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് തന്നെ, പിന്നെ മഷ്റൂം, പിന്നെ തക്കാളി, പിന്നെ ഈ ചെറിയ ജീരകം, ഏലക്കായ്, തക്കോലം, പട്ട, പൂവ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ എന്തായിരുന്നു ബേ ലീഫ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് കുക്കിംഗ് ക്രീം, പിന്നെ ഗീ അല്ലെങ്കിൽ ബട്ടറാണ് കേട്ടോ വെച്ച് എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ മാത്രം ഇട്ടിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ടെടുക്കുക. പിന്നെ അതൊന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം തക്കാളി ഇട്ടിട്ട് കുറച്ച് നേരം ഞാനൊന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് വെച്ച് ഒന്ന് ചൂട് ആറിയ ശേഷം വീണ്ടും ഞാനത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഗ്രേവിയാക്കി അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും യൂസ് ആക്കാതെ കേട്ടോ അരിച്ചെടുത്തത്. പിന്നെ നമുക്ക് അതേ പാത്രം തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ പാത്രം എടുക്കട്ടെ. ഞാൻ വേറെ കുറച്ച് വലിയൊരു കുക്കറാണ് കേട്ടോ എടുത്തത്. ഇപ്പം അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചുകൂടി അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മളെ ഇതില്ലേ മഷ്റൂം അത് നല്ലപോലെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണ് കേട്ടോ അരിഞ്ഞത്. ഇത് ശരിക്കും ഇത്ര കട്ടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കൂണനെ 4 കഷ്ണമോ 5-6 കഷ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പം കുറച്ച് തിന്നായിപ്പോയിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. വേറെ മസാലകളൊന്നും വേണ്ട. എരിവിന് ഞാൻ കുരുമുളകാണ് കേട്ടോ യൂസ് ചെയ്ത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടിയാക്കി കുറച്ചൊന്ന് നമ്മളെ പാകത്തിനൊന്ന് ലൂസാക്കി കൊടുക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അവസാനം ഒന്ന് തള വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ പൊതിർത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാനൊരു കുറച്ച് ഉപ്പിട്ടോ, കുറച്ചുകൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചൊരു മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ പൊറോട്ട, ചപ്പാത്തി, പത്തിരി എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ.